അമ്മ പറയുന്നതനുസരിച്ച് മോൾ എന്റെ കൂടെ വാ. ഞാൻ കാല് പിടിക്കണമെങ്കിൽ അതിനും തയ്യാറാ. അരുത്, അമ്മ അങ്ങനെയൊന്നും എന്നോട് പറയരുത്. ഇവിടെ താലിമാല. എന്റെ മോൻ കെട്ടിയ താലി തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒരു അമ്മയായി പോയി ഞാൻ. ഇത് കഴുത്തിലിട്ടേ മോളെ, അമ്മയൊന്ന് കാണട്ടെ. മേടിക്കും മോളെ. നീ അവന്റെ കൂടെ ജീവിച്ചില്ലെങ്കിലും എന്റെ ആദ്യത്തെ മരുമോള് നീയാ. ഏത് നേരവും എന്റെ മനസ്സ് പൊട്ടിപ്പോകുന്ന അവസ്ഥയില്ല. ഞാനത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയാതിരിക്കണമെങ്കിൽ നീ ഇത് കഴുത്തിൽ അണിയണം. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ തെറ്റ് ചെയ്യുന്ന. ചേച്ചി വീട്ടിലെത്തുന്നതിന് മുന്നേ ഞാനിത് ഊരി വെക്കും. മോനെ, വേഗം വീടെത്തണം. മോൻ വണ്ടി എടുക്ക്. മമ്മി, മമ്മി വീണ്ടും നാട്ടിലേക്ക് വന്നത് മുത്തശ്ശി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ടെത്താൻ കൂടിയല്ലേ? മമ്മിയും ഗൗത അങ്കിളും കൂടി മുത്തശ്ശി അന്വേഷിച്ച് എവിടേക്ക് അലഞ്ഞു. എന്നിട്ട് മുത്തശ്ശിയെ കുറിച്ച് ഇതുവരെ ഒരു സൂചന പോലും കിട്ടിയില്ല. ആ കല്യാണം നടന്നെങ്കിലും മമ്മിക്ക് അമ്മയെ തിരിച്ചു കിട്ടിയില്ലേ? അതില് സന്തോഷിക്കല്ലേ വേണ്ടത്? എന്റെ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ് അമ്മ സമർത്ഥമായി കളിച്ചു. അമ്മയെ അവൾ മറ്റാരും അറിയാതെ ഒളിപ്പിച്ചു. ഇങ്ങനൊരു ദിവസം വരുമെന്ന് അവക്കറിയാമായിരുന്നു. ദക്ഷയെ തടയാൻ അവൾ കരുതി വെച്ചത് എന്റെ അമ്മയാണെന്ന സത്യം ഞാൻ അറിയാതെ പോയി. ഞാൻ തോറ്റുപോയത് മംഗലശ്ശേരിക്കാരുടെ മുന്നിലല്ല, അമ്മുന്റെ മുമ്പിലാ. എന്തായാലും മാഡത്തിന്റെ അമ്മയെ അവള് സ്വന്തം മുത്തശ്ശിയെ പോലെ നോക്കിയില്ലേ? ഞാൻ തിരിച്ചു പോയിരുന്നെങ്കിലോ? ഈ ജന്മം എനിക്ക് എന്റെ അമ്മയെ കാണാൻ കഴിയുമായിരുന്നോ? അമ്മുവിനെ ന്യായീകരിക്കുന്നവർ അതൊന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ അമ്മയെ അവൾ മുത്തശ്ശിന്ന് വിളിച്ച് എനിക്കെതിരെ എടുത്ത് വീശാൻ ഇരുതല മൂർച്ചയുള്ള വാളാക്കിയ മാറ്റിയത്. അവൾ എന്റെ അമ്മയോട് കാണിച്ച സ്നേഹത്തിന് എന്ത് ആത്മാർത്ഥതയുള്ളത്? അങ്ങനെ ഒരു ആത്മാർത്ഥത അവൾക്കുണ്ടായിരുന്നെങ്കിൽ മക്കളെ ഓർത്ത് വേദനിച്ച് കഴിയുന്ന സാധുവായ ഒരു സ്ത്രീയെ അവരുടെ മക്കളുടെ അടുത്ത് എത്തിക്കില്ലേ? മാഡം പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് അമ്മയെ കണ്ടെത്തിയെന്ന് നമുക്കറിയില്ലല്ലോ. സഞ്ജനയുടെ കല്യാണം മുടങ്ങിയിട്ടും വർമ്മ സർ പിണങ്ങിപ്പോയിട്ടും ഞാൻ ഇതുപോലെ തളർന്നു പോയിട്ടില്ല. അമ്മയെ മുന്നിൽ നിർത്തി അമ്മ അവളുടെ ഭർത്താവിന്റെ വിവാഹം നടത്തി. അതുകൊണ്ട് അവള് ജയിച്ചെന്നാണോ മാഡം കരുതുന്നത്?
താലികെട്ട് കഴിഞ്ഞ് സഞ്ജുവിന്റെ മുഖംമൂടി അഴിക്കാനല്ലേ മാഡം പോയത്? അതിന് ഇനി സമയമുണ്ട്. വേണ്ട, ഇതോടെ നമുക്കെല്ലാം അവസാനിപ്പിക്കാം. മമ്മിക്ക് ഏറ്റവും വിലപിടിച്ചത് മുത്തശ്ശിയായിരുന്നില്ലേ? മുത്തശ്ശിയെ തിരിച്ചു കിട്ടിയില്ലേ? സഞ്ജുവുമായുള്ള വിവാഹത്തിന് ഞാൻ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് അത് സാധിച്ചു. എല്ലാം അമ്മയിൽ ഒതുങ്ങിയെന്ന് മംഗലശ്ശേരിക്കാർ ആശ്വസിക്കാൻ വരട്ടെ. എന്റെ അമ്മയെ വെച്ച് വില പേശിയവളെ വെറുതെ വിടില്ല ഞാൻ. മോളെ, എത്രയോ വർഷങ്ങൾക്ക് ശേഷം മോളെ അമ്മ നിന്നെ കാണുന്നത്. ഗൗതത്തെ കൂടി ഒന്ന് കാണാൻ അമ്മ കൊതിക്ക. നീ അവനെ വിളിച്ചില്ലേ? ഏട്ടനെ വിവരം അറിയിച്ചിട്ടുണ്ടമ്മേ. നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല മോളെ. മംഗലശ്ശേരിക്കാരോടുള്ള കുടിപ്പക നീയും ഗൗതവും അവസാനിപ്പിക്കണം. അവസാന കാലമെങ്കിലും മക്കളെ കണ്ട് സമാധാനത്തോടെ കഴിയണമെന്ന ആഗ്രഹം കൊണ്ട് അമ്മ പറയുന്നതാ. ആഗ്രഹങ്ങൾ നമുക്ക് മാത്രം മതിയോ അമ്മേ? ആത്മശാന്തി കിട്ടാതെ അലയുന്ന അച്ഛന്റെയും ഏട്ടന്റെയും ആത്മാക്കളോ? എനിക്ക് നിന്നോട് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. നിന്റെ മനസ്സിൽ ആരോടൊക്കെ പകയുണ്ടെങ്കിലും അമ്മൂനെ നീ ഒന്നും ചെയ്യരുത്. വെറുക്കുന്നവരെ പോലെ സ്നേഹിക്കുന്നവളാ ആ കുട്ടി. അമ്മയെ എവിടെ വെച്ചാ അവൾ ആദ്യം കാണുന്നത്? അമ്മ പിന്നീട് പറഞ്ഞു തന്നിട്ടാ ഞാനതൊക്കെ അറിയുന്നത്. ഒരിക്കൽ കൂട്ടം തെറ്റിപ്പോയ എന്നെ ഒരു വണ്ടി ഇടിച്ചിട്ടു. അപ്പോ അമ്മ ആണത്ര എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. പിന്നെ ശരണാലയത്തിൽ വെച്ചാ ഞാൻ അവളെ കാണുന്നത്. അവളെ കാണുമ്പോഴൊക്കെ നീ എന്റെ അരികിൽ വന്നതായിട്ടാ മോളെ എനിക്ക് തോന്നിയത്. അമ്മേ, അതുവരെ എന്റെ മനസ്സ് ശൂന്യമായിരുന്നു. അമ്മ അടുത്തു വരുമ്പോ പതുക്കെ പതുക്കെ ഞാൻ എല്ലാം ഓർക്കാൻ തുടങ്ങി. സ്വാതിയുടെ കല്യാണത്തിന് മുമ്പ് ശരണാലയത്തിൽ അമ്മ വന്നപ്പോ അവളോട് എന്നെ കൂടി കൂടെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞതാ. ചേച്ചിയുടെ ചികിത്സ കഴിഞ്ഞു പോകുമ്പോ എന്നെയും കൂടി കൊണ്ടുപോകാനാ അവൾ കരുതിയത്. അന്ന് ഞാൻ അവളെ ഗൗരീനന്ദനെന്ന് വിളിച്ചു. നിന്റെ അമ്മയാണ് ഞാനെന്ന് അറിഞ്ഞ നിമിഷം അവൾ എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് മനയിൽ വന്നു. കല്യാണത്തിന് വരുമ്പോ പോലും നിന്നെ കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മോളെ, നീ അമ്മുനെ ഉപദ്രവിക്കരുത്. ഇറങ്ങും മോളെ. വാ. മോളിവിടെ നിൽക്കെ, അമ്മ വേഗം വരാട്ടോ. ശ്രീദേവി അമ്മ എങ്ങനെയാ സത്യം അറിഞ്ഞത്? നിങ്ങൾ അറിഞ്ഞതുപോലെ അമ്മയും അറിഞ്ഞു. ഇനി ഈ വീട്ടിൽ ഞാൻ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതല്ലേ, ലച്ചുവിന് മുത്തശ്ശൻ മനയിൽ ജോലി തരും. ഇനിയുള്ള കാലം ലച്ചുവിന് മനയിൽ കഴിയാം. എനിക്ക് UK-യിലേക്ക് അധികം വൈകാതെ പോകേണ്ടി വരും. ലച്ചു അവിടെ ഉണ്ടെങ്കിൽ എന്റെ അഭാവം മുത്തശ്ശന് ഫീൽ ചെയ്യില്ല.
ആരുടെയും കണ്ണിപ്പെടാത്തൊരു സ്ഥലത്തേക്കാ എനിക്ക് പോവേണ്ടത്. ഞാനത് എത്രയോ മുന്നേ തീരുമാനിച്ചതാ. ഞങ്ങളെയൊക്കെ പിരിഞ്ഞു പോകാൻ ലച്ചുന് കഴിയോ? എനിക്ക് കഴിയും. ആരിൽ നിന്നും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ ആഗ്രഹങ്ങളല്ലേ മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത്. ചേച്ചിയുടെ കല്യാണമായിരുന്നു ഇതുവരെ എന്നെ പിടിച്ചു നിർത്താനുള്ള കാരണം. എന്റെ ദേവി, ഇങ്ങനൊരു വിധി ഭൂമിയിൽ ഒരമ്മയ്ക്ക് ഉണ്ടായി കാണില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഒരു ദിവസം 2 മരുമക്കളെ സ്വീകരിക്കേണ്ട വിധി ദേവി എനിക്ക് തന്നു. മകൻ താലി കെട്ടിയ 2 പെൺകുട്ടികൾ ഈ വീട്ടിലേക്ക് കയറാൻ പോകുന്നു. എനിക്കിതിൽ ആരെ തള്ളിക്കളയാൻ പറ്റും? തള്ളാനും കൊള്ളാനും കഴിയാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി ഞാൻ. ഇവിടെ നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടതുപോലെ ആ നാട്ടിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ശ്രീദേവി അമ്മ വിവരം അറിഞ്ഞ നിലയ്ക്ക് ലച്ചുവിന് അത്ര എളുപ്പത്തിൽ പോകാൻ കഴിഞ്ഞൊന്നും വരില്ല. അനുവാദം വാങ്ങിപ്പോയാലല്ലേ അതൊക്കെ വേണ്ടൂ. ഇവിടെയുള്ള ആരും എന്നെ ക്ഷണിച്ചിട്ടല്ല ഞാൻ ഈ വീട്ടിലെത്തിയത്. പോകുന്നതും അങ്ങനെ തന്നെയാവും. താലികെട്ടിന് ഒരു നിമിഷം മുൻപ് സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കല്യാണം നടത്തിക്കില്ലായിരുന്നു. അന്നേരം അമ്മൂനെ ഒന്ന് നോക്കാൻ എനിക്ക് തോന്നിയില്ല. എന്തായാലും ലച്ചു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇവിടുന്ന് പോകാനുള്ള തീരുമാനം എടുത്താൽ മതി. ലച്ചു 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 കണ്ണു തുറക്ക്. ലച്ചു 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 കണ്ണു തുറക്ക്. ലച്ചു എന്താ എന്റെ കുട്ടിക്ക് പറ്റിയ? മോളെ അമ്മോ, അമ്മോ തലയടിച്ചാണ് വീണേ. മോനെ വാ, വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. അമ്മ കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ലച്ചു ലച്ചു കണ്ണു തുറക്ക്. ലച്ചു മോളെ അമ്മോ, ലച്ചു ലച്ചു മോളെ അമ്മോ, അയ്യോ അയ്യോ ലച്ചു മോളെ, ഇതെന്ത് പരീക്ഷണ ദൈവമേ. മോളെ അമ്മോ, കണ്ണു തുറക്കും മോളെ. മോളെ അമ്മോ, കണ്ണു തുറക്കും മോളെ. അമ്മോ എന്താ ഇനി ചെയ്യ? അമ്മോ മോളെ, അമ്മോ അമ്മോ മോളെ, മോളെ മോളെ. ഈശ്വര, വിളി കേട്ടല്ലോ. മോളെ അമ്മോ, കണ്ണു തുറക്കും മോളെ. മോളെ
ലച്ചോ ലച്ചോ ഞാനിവിടെ തന്നെ ഉണ്ട്. നിക്കണേ അവിടെ. എവിടെ ഊരു ചുറ്റാൻ അടിഞ്ഞു പോയത്? അത് സൈക്കിള്. സൈക്കിൾ വെച്ചിട്ട് നീ ഏത് പാടത്താടി ഊരു ചുറ്റാൻ പോയത്? ഞാൻ ഒരിടത്തും പോയില്ല വല്യമ്മേ. നിന്നെ ഇന്ന് ഞാൻ എന്താടി ലച്ചു, നിന്റെ കാലിനെന്താ പറ്റിയേ? അത് എന്റെ കയ്യിൽ നിന്ന് ചൂടുവെള്ളം താഴെ പോയതാ. ഈ പെണ്ണിന് ഒരു ശ്രദ്ധയില്ല. അതെങ്ങനാ മാടിനെ പോലെയല്ലേ ഇവിടെ ഇട്ട് പണിയെടുപ്പിക്കുന്നത്? ദേ, ഇതാണ് ലച്ചുവിനെ കെട്ടാൻ പോകുന്ന പയ്യൻ. മുത്തശ്ശി, ഇവിടെ നടക്കാൻ പോകുന്നത് ചതിയാ മുത്തശ്ശി. ഒരു പയ്യനും ലച്ചുവിനെ കെട്ടാൻ വരാൻ പോകുന്നില്ല. ലച്ചുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് നരേന്ദ്രളിയാണ്. ഞങ്ങൾ ഈ നാട്ടുകാരെ അത്ര മണ്ടന്മാരൊന്നും അല്ല. കുളിച്ചൊരുങ്ങി മണവാളന്റെ വേഷം ഇട്ട് വന്ന് ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോയ പെണ്ണിനെയും കൊണ്ടുവന്ന് ആളുകളെ വിടിയാക്കുകയാണോ നീ? എന്താടാ ഇവിടെ എത്തിയപ്പോ വീട്ടുകാരെ നിനക്ക് പേടിയായോ? ഞാൻ ഈ നാട്ടിലേക്ക് വന്നതേ ഈ അമ്പലത്തിൽ എന്റെ അമ്മ നേർന്ന ഒരു പൂജ നടത്താനാ. ലച്ചു, ലച്ചു, പതുക്കെ സൂക്ഷിച്ച് മോളെ, പതുക്കെ. അയ്യോ അയ്യോ, എന്റെ ബാഗ് എവിടെ? അല്ല, ബാഗ് കൊണ്ടുവന്നിരുന്നോ? ലച്ചുവിന്റെ ബാഗ് അകത്തിരിക്കയല്ലേ? മോളെ വാ, എനിക്ക് പതുക്കെ. അല്ല, അദ്ദേഹം എവിടെ? ആര്? ആര്? സഞ്ജുവോ? അദ്ദേഹം തന്നെ. അതെ, സഞ്ജു വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. മോളെ ഇവിടെ നിൽക്ക്, അമ്മ വരെ ഇപ്പം.
അയ്യോ അമ്മേ, അയ്യോ അമ്മേ, എന്തു പറ്റി? അമ്മേ, തീരെ സമയമില്ല മോളെ. മോള് വലത്തെ കാലം വെച്ച് കയറി വാ. നീ എന്റെ മരുമോള്.